ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ ജനിച്ച ദിവസമാണ്. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം എൻ്റെ യേശു അപ്പച്ചൻ ജനിച്ചപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പിന്നെ ഇന്നലത്തെ ദിവസം എനിക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. കുറച്ചു പേർക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പറ്റി. എനിക്കതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഈ ഭൂമിയിൽ ആദ്യമായാണ് ഇന്നലെ ഞാൻ ജനിച്ചത്. ഇന്നലെ അപ്പോൾ എൻ്റെ കാൽപാദകം പതിഞ്ഞ നിമിഷം. കഷ്ടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ആയി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഒരുപാട് കടലുകൾ താണ്ടി ഉരുൾപൊട്ടലുകളും ഭൂമി കുലുക്കും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഓളത്തിന് തൊഴുകി ഇവിടം വരെ എത്തി. അതിൻ്റെ ഇടകളിലൊക്കെയും തന്നെ സന്തോഷവുമുണ്ട്, ആഴത്തിലേറിയ ദുഃഖവുമുണ്ട്. എല്ലാം കൂട്ടി കലർന്നുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകുന്നുണ്ട്, പക്ഷെ ഒഴുക്ക് നിന്നിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും തട്ടിയാലല്ലേ അല്പം ഒന്ന് നിൽക്കാൻ പറ്റത്തില്ല. തട്ടാനൊന്നുമില്ല. അതുകൊണ്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ഒഴുക്കിനൊത്ത് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുന്നു. സ്വയം സന്തോഷം കണ്ടെത്തുകയാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്താണെന്നല്ലേ ഈ കാണുന്നതൊക്കെ. ഇത് നരമ്പാണ് അല്ലേ. ഈ നരമ്പ് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. വെരിക്കോസ് ഉണ്ട്. വെരിക്കോസ് ഉള്ളത് കാരണം എനിക്ക് ഈ നരമ്പ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടച്ച് നിൽക്കും. വെരിക്കോസ് ഉള്ളത് കാരണമാണ്. പിന്നെ ഓവർ ടെൻഷൻ വന്നാലും നരമ്പ് പെട്ടെന്ന് കയറി അങ്ങ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. വെരിക്കോസ് ഉള്ളത് കൊണ്ടാണ്. വെരിക്കോസ് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. വെരിക്കോസ് ഉള്ളവർക്കറിയാം വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ഞാൻ ഒരു 10-15 വർഷം ഷോപ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടുള്ള ജോലി ആയതുകൊണ്ടാണ് വെരിക്കോസ് ഉണ്ടായത്. അത് കാരണം ഇപ്പം ഷോപ്പിൽ നിന്ന് കിട്ടിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് വെരിക്കോസ് മാത്രമാണ്. ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് അത്. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര കടച്ചിലാണ്, വേദനയല്ല. അതുതരം കടച്ചിലും പുകച്ചിലുമാണ്. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിലാണ്. അസാധ്യമായ ചൊറിച്ചിലാണ്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഡെയിലി ഇങ്ങനെ സിട്രസിൻ്റെ ഗുളിക ഇങ്ങനെ ഡോസ് കൂടിയത് ഇങ്ങനെ കഴിച്ച് എപ്പോഴും അങ്ങ് കറക്കമാണ്. കണ്ണിങ്ങനെ ചിമ്മി ഇരിക്കും. നമുക്ക് ഉറക്കം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് സെറ്റാകത്തില്ല. അത് ഉറക്കത്തിൻ്റെ ഒരു കറക്കം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ബർത്ത്ഡേ കഴിഞ്ഞു, ജനനമായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ ജനനം മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ നാള് അത് ഇതൊന്നും എൻ്റെ ഇത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഭൂമിയിലേക്ക് വന്ന ആ ദിവസം ഞാൻ മനസ്സിൽ കരുതി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് നന്മകളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു. എനിക്കതിലേറെ സന്തോഷമുണ്ടായി. അപ്പം ഞാൻ ഫുഡ് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്ത് പോകുമ്പോൾ ഒരമ്മ എന്നെ വിളിക്കുക, മകളെ ഇങ്ങോട്ട് വാ എന്ന് അലറി വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകാൻ എൻ്റെ ഉദ്ദേശം, അങ്ങോട്ട് തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരത്തി എന്നെ വിളിക്കുന്നു. ഞാൻ അടുത്തോട്ട് ചെന്ന് പറഞ്ഞു, മോളി വിശന്നിട്ടല്ലേ, വിശപ്പിനല്ലേ ഭക്ഷണം ചോദിക്കുന്നത്, വിശന്നിട്ടാ ആഹാരം ചോദിക്കുന്ന താ എന്നിങ്ങനെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശപ്പ് ഒരിക്കലും താങ്ങാൻ പറ്റും. മതി എന്ന് പറയുന്ന ഒരു സംഭവം ആഹാരം മാത്രമാണ്. വേറെന്തും ഒന്ന് പോരട്ടെ എന്ന് പറയും. ഫുഡ് മാത്രമേ മതി എന്ന് പറയത്തുള്ളൂ. ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഒരല്പം അല്ലേ, ഏറിയാൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും അധികം എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. തീറ്റ റപ്പായിക്കൊക്കെ പറ്റും, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഫുഡ് മാത്രമാണ് ആവശ്യപ്പെടുകയുള്ളൂ. ആർത്തിയോടുകൂടി അയ്യോ വിശക്കുന്നു, നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട്
അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ലാസ്റ്റ് 2 ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഫുഡും 2 പേർക്ക് കൊടുത്തു. അമ്മ 2 ഫുഡ് ചോദിച്ചിരുന്നുള്ളൂ, വേറെ ആർക്കോ ഒരാൾക്കും കൂടെ കൊടുക്കാനായിട്ട്. അപ്പം എൻ്റെ കയ്യിലില്ല, തീർന്നു. 2 ഫുഡുകൾ. അപ്പോൾ തൊട്ടടുത്തൊരു ചേട്ടായി ഇരിപ്പുണ്ട്, അപ്പോൾ പുള്ളിയും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആർക്കൊക്കെ കൊടുക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 പേർക്കും ഓരോ ഫുഡ് തരാം, ഫുഡ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. എന്നാൽ ഹോട്ടലുകളില്ല പരിസരത്തും, ഒരേ ഒരു ഹോട്ടലേ ഉള്ളൂ. നമുക്ക് അടുത്ത് പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ അവിടെ സാധനമില്ല. ഉള്ളതിൽ മാക്സിമം സാധനമൊന്നും ഞാൻ മേടിച്ചത്. അപ്പം ഇപ്പം പിന്നെ ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാമല്ലോ, ഫുഡിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറ്റുന്നത് പോലെ കുറച്ച് പേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിൽ ഒരല്പം സന്തോഷം തോന്നി. പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നു. ഇന്ന് 2ാം ദിവസമാണ്. കടന്നു പോകുകയാണ്. ഈ കടന്നു പോകുന്നതിൻ്റെ കല്ലും മുള്ളും ഒക്കെ നമ്മൾ ചവിട്ടേണ്ടി വരും, സ്വാഭാവികം. എല്ലാം തരണം ചെയ്യണം. അങ്ങനെ കടന്നു പോകുന്നു. ഇനി നാളെ എന്താവുമെന്നറിയില്ല, അതെല്ലാം ഈശ്വര നിശ്ചയം. നഷ്ടങ്ങളേറെ ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ എന്നും ജീവിക്കുന്നു. എന്തിനോ വേണ്ടി അറിയില്ല, എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തിനോ വേണ്ടി ജീവിക്കുന്നു. ജനനം മുതൽ ഇവിടം വരെ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷം ഞാൻ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എന്നെ കണ്ടാലും പറയില്ലല്ലോ ഞാൻ ഹാപ്പിനെസ് ഇല്ലാത്ത ഒരാളാണെന്ന് ആരും പറയില്ല കണ്ടു കഴിഞ്ഞാൽ. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ദുഃഖം പങ്കുവെക്കാൻ പാടില്ല, സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് സന്തോഷം മാത്രം പങ്കുവെക്കുന്നത്. വേദന പങ്കുവെച്ച് കഴിഞ്ഞാൽ ആഴത്തിലേറിയതായിരിക്കും. അത് നമുക്ക് ആ വാതിൽ തുറന്നാൽ പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അമ്മാതിരി പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് തുറക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ മരിക്കുമ്പോൾ എന്നോടുകൂടി പോകട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ വേദനകളും. അപ്പോൾ സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷം പങ്കുവെക്കുന്നത്. പിന്നെ കുറച്ച് ഹാപ്പിനെസ്, നല്ല കുറച്ച് വസ്ത്രം, കുറച്ച് ഫുഡ്, കുറേ വീഡിയോസ്. ഇത് തന്നെയാണ് ഞാൻ മരിക്കുമ്പോഴുള്ള സമ്പാദ്യം. ഞാൻ നോക്കിയിട്ട് 1 കോടി വസ്ത്രം കാണും. 1 കോടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് ട്രോൾ വരും. 1 കോടിയൊന്നുമില്ല, അതൊക്കെ മേലെ വസ്ത്രം കാണും. പിന്നെ കുട്ടികൾ വസ്ത്രമാണല്ലോ ആഗ്രഹിക്കും. ചാന്തുകൂട്ട്, ചിങ്കാറ്, നല്ല ഡ്രസ്സ്, ഇതൊക്കെ അല്ലേ. പിന്നെ കഴിക്കുന്ന ഫുഡ്, 1 കോടിക്ക് പുറത്ത് വീഡിയോസ്. ഇത് തന്നെയാണ് എൻ്റെ സമ്പാദ്യം. ഞാൻ മരണപ്പെടുമ്പോൾ 2 സമ്പാദ്യം. കുറേ വസ്ത്രം, കുറേ ആഭരണങ്ങൾ, ജ്വല്ലറി, അതായത് നമുക്ക് കമ്മൽ, മാല, കരിവള, കുപ്പികൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ, കുറച്ച് വസ്ത്രങ്ങൾ. ഇത് തന്നെയാണ് സമ്പാദ്യം. അല്ലാതെ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. സമ്പാദ്യം അതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇത്രയും വയസ്സ് ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിച്ച കടമ്പകൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച യാതനകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ, ആഴത്തിലേറിയ ടെൻഷനൊക്കെ കടന്ന് ഇവിടം വരെ എത്തി. ആ കടന്നെത്തിയിട്ടും ഇപ്പോഴും എൻ്റെ സമ്പാദ്യം ഇത് 2 മാത്രമാണ്. അതിനും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ ചിലപ്പോൾ നാളെ ഇനി സമ്പാദ്യം വന്നുകൂടായ്മയില്ല. വിലപ്പെട്ടു പോയ നഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്, വിലപ്പെട്ടത് നഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ അതെനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ആ ഭാഗ്യം എനിക്കുണ്ടാവണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാത്രിയെങ്കിലും ആ ഭാഗ്യം ആസ്വദിച്ചിട്ട്, അല്ലെ അനുഭവിച്ചിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയില്ല. എന്നാൽ നമ്മൾ അതായത് സംശയം കൊണ്ട് നടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് ഇതുവരെ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ 2 ചിന്തയാണ്. നടക്കുമോ, നടക്കില്ലേ എന്നൊക്കെ. ഇപ്പോൾ ദൈവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോയിട്ട് ദൈവത്തിനോട് പറയുകയാണ് എനിക്കൊരു 1000 രൂപ വേണം എന്ന് പറയുമ്പോൾ ദൈവം തരുന്ന 500 രൂപയാണ്. ഈ 500 രൂപ കൊണ്ട് നമുക്ക് ഒരിടം എത്തിപ്പെടാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപ നമുക്ക് തന്നാൽ നമുക്ക് അത് എന്തെങ്കിലും നമുക്കൊരു ഏണിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടോ? ദൈവത്തിനോട് പോയിട്ട് എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലം തിരിച്ചു തരാൻ പറഞ്ഞാൽ ദൈവത്തിന് തരാൻ പറ്റത്തില്ല, ഒരിക്കലും അത് പറ്റത്തില്ല. അതേസമയം നമ്മൾ വലിയ കാര്യം ചോദിക്കുമ്പോൾ ചെറിയ കാര്യം തരും. അത് നമുക്ക് തന്നിട്ട് ഒന്നും നേടാനില്ല. മനസ്സിലായില്ലേ? ഒന്നും നമുക്ക് നേടാനില്ല. അപ്പം ഞാൻ ആലോചിക്കും, ദൈവം ഉണ്ടോ? ഇല്ല.
എനിക്കറിയില്ല. ദൈവം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ദൈവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ സങ്കടം വരുമ്പോൾ ഞാൻ പോയി എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്. എന്തേലും ചോദിക്കുമ്പോൾ ഉറങ്ങിയിരുന്നിട്ട് മോളെ ഞാൻ ഉറങ്ങിപ്പോയി, ഇനി നീ എന്തേലും ചോദിക്കുമ്പോൾ തരാമെന്നും പറയാറുണ്ട്. അപ്പം അതാണ് ഞാൻ ഈ പറയുന്നത്. വലിയ വിഷമമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. നമുക്ക് അപ്പനോ അമ്മയോ ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവത്തിനെയാണ്, അല്ലെ? അച്ഛനെയും അമ്മയെ ഇതിന് പകരം നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവത്തിനെയാണ്. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ. അപ്പോൾ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിനോടാണ് നമ്മൾ പങ്കുവെക്കുക, അല്ലേ? അപ്പോൾ അവർ കേൾക്കാണ്ട് വരുമ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? നമ്മളോട് സ്നേഹമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും, അല്ലേ? ചില ഘട്ടങ്ങളിൽ. പക്ഷേ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ ദൈവമില്ലാഞ്ഞിട്ടാണോ? ഉണ്ട്. എന്തുകൊണ്ടത് എനിക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ സമയം മോശമായിരിക്കാം. സമയമാകുമ്പോൾ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നല്ലതിന്, എല്ലാം നല്ലതാവട്ടെ എന്ന് ചിന്തിക്കുന്നെങ്കിലും എൻ്റെ ആഗ്രഹം മരിക്കുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുക. ഒരു രാത്രിയെങ്കിലും അവരോടൊപ്പം സന്തോഷമായി ഉറങ്ങുക, അവരോടൊപ്പം ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നടക്കുമോ നടക്കില്ലേ എന്നൊരു മനസ്സിൽ നമ്മൾ രണ്ട് പക്ഷത്ത് നിൽക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഒറ്റ ചിന്തയെ ചിന്തിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പം ഒറ്റ ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പം ഇത്ര നാളായിട്ടോ നടക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ രണ്ട് ചിന്ത വന്നു. നടക്കുമോ നടക്കില്ലേ, നടക്കുമോ നടക്കില്ലേ. എങ്കിലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടക്കട്ടെ. നടന്നാൽ വാർദ്ധക്യം വരുന്നതിന് മുൻപ് നടക്കണം, അല്ലെ? നമ്മൾ വാർദ്ധക്യം വന്നിട്ട് നമുക്ക് കുറേ സന്തോഷം കിട്ടിയിട്ടോ കുറേ മാളിക കിട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് കിട്ടിയാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. വയസ്സായി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കിട്ടിയിട്ട് നമുക്കെന്ത് ആസ്വദിക്കാൻ പറ്റും? ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ജന്മദിനം ആവുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഈശ്വരൻ എന്നെ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും ദൈവം എവിടെ കൂടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്നെ എൻ്റെ അപ്പം കരുതുന്നുണ്ട്. ഞാനിന്നും ഈശ്വരൻ പ്രസാദിച്ച് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ, അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റട്ടെ. എല്ലാവരോടും പ്രാർത്ഥന മാത്രം.